ഹായ്, സിനിമാ താരങ്ങളുടെ സംഘടന അമ്മ, അതിന്റെ ജനറൽ ബോഡി. പല ആൾക്കാരും തീരുമാനിച്ചു വെച്ചിരുന്നത് അൻസിബയെ പുറത്താക്കണം, അൻസിബ ഇനി അമ്മയിൽ വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷെ ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ച കാര്യം, അൻസിബ അമ്മയിലുണ്ട്, അൻസിബ വേണ്ട എന്ന് തീരുമാനിച്ച കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും അമ്മയിൽ നിന്നും പുറത്തായിരുന്നു. പല ആൾക്കാരും സ്വമേധയാ രാജിവെച്ചു, പല ആൾക്കാരും അമ്മയിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പല കുറിപ്പുകളിലൂടെ. എന്താണ് ശരിക്കും അമ്മയിൽ സംഭവിച്ചത്? ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം അൻസിബ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം അതൊന്ന് കേട്ടു നോക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡിയായിരുന്നു ഇന്ന് നടന്നത്. ഈ സമിതി കഴിഞ്ഞ ഭരണസമിതി രാജിവെച്ചതിന് എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷെ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോട് ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല, ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷെ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത്, അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പറയാൻ പറ്റിയതിലുള്ള ഒരു ഇവിടെ അൻസിബ പറയുന്നത് വരവ് ചെലവ് കണക്കിലെ ക്രമക്കേട് അത് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അൻസിബ പറയുന്നത്. മുൻപും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ശരിക്കും ജനറൽ ബോഡിയിൽ സംഭവിച്ചത്? തീർച്ചയായും സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ഒരു കാരണം. വരവ് ചെലവ് കണക്കിലെ ക്രമക്കേട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി അവതരിപ്പിക്കാൻ ശ്വേതാ മേനോൻ നേതൃത്വം നൽകുന്ന അമ്മ ടീമിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് കണക്ക് അവതരിപ്പിക്കാൻ ഇവരുടെ നേതൃത്വത്തിലുള്ള ടീമിന് സാധിച്ചിട്ടില്ല. 60 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നടൻ ബാബുരാജ് പറയുന്നത്. അത് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം. ശ്വേതാ മേനോനും ടീമും എന്താണോ ആദ്യം മുതൽ ഉദ്ദേശിച്ചത് അത് കൃത്യമായി ആ ജനറൽ ബോഡിയിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. അത് കൃത്യമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരം കണക്കുകൾ അവിടെ അവതരിപ്പിക്കേണ്ടി വന്നത്. അതിലെ ക്രമക്കേട് പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നു, പ്രത്യേകിച്ച് ബാബുരാജ് ഉൾപ്പെടെയുള്ള പല ആൾക്കാരും. അതിന് 45 ദിവസം സമയം വേണം എന്നാണ് ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടത്. തീർച്ചയായും അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു പല താരങ്ങളും, ഗണേഷ് കുമാർ ഉൾപ്പെടെ. ഇവർക്ക് പരിചയക്കുറവുണ്ട്, അതുകൊണ്ട് തന്നെ സാവകാശം കൊടുക്കണം, എന്താണ് കൃത്യമായിട്ടുള്ള കണക്കെന്ന് അവർ പറയും എന്നുള്ള തരത്തിലാണ് എല്ലാവരും സംസാരിച്ചത്. ശ്വേതാ മേനോനൊപ്പം തന്നെയായിരുന്നു പല താരങ്ങളും. പിന്നീടാണ് അൻസിബ എഴുന്നേറ്റ് വന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അൻസിബയുടെ സംസാരത്തിൽ കൃത്യതയുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളും പോയിന്റുകൾ നിരത്തിയാണ് സംസാരിച്ചത്. അൻസിബയ്ക്ക് മുന്നിൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒരക്ഷരം പോലും മറുപടിയായി ആർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാലാ പാർവതി പറയുന്നത്. അത്രയും ഗംഭീരമായിട്ടാണ് അൻസിബ സംസാരിച്ചത്, അതും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിരത്തി. അതിൽ ഈ പറയുന്ന അൻസിബയ്ക്കെതിരെയുള്ള താരങ്ങൾ എല്ലാവരും തലകുനിച്ചു നിൽക്കേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അൻസിബയെ പുറത്താക്കാൻ വേണ്ടിയാണ് പല ആൾക്കാരും ജനറൽ ബോഡിയിൽ വന്നത്. ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ, ടോം, ഇവരൊക്കെ അൻസിബയ്ക്കെതിരായിരുന്നു. അൻസിബ ഇന്ന് സംസാരിച്ച രീതി എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളതാണ് താരങ്ങളുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാവുന്നത്. അതായത് ശ്വേതാ മേനോനൊപ്പം നിന്ന പല ആൾക്കാരും അൻസിബയുടെ കൃത്യമായിട്ടുള്ള പോയിന്റിന് മുന്നിൽ വീണുപോയി അവസാനം അൻസിബയ്ക്കൊപ്പം ചേരുകയായിരുന്നു എന്നുള്ളതായിരുന്നു. അവസാന നിമിഷം അൻസിബയെ പുറത്താക്കാൻ ശ്രമിച്ച പല ആൾക്കാരും അമ്മയിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നു. അതായത് ലക്ഷ്മിപ്രിയ അമ്മയുടെ അംഗത്വം തന്നെ രാജിവെക്കുന്നു. ടോം ഒരക്ഷരം പോലും മിണ്ടാതെ, അതായത് ഈ ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം
മാധ്യമങ്ങളോട് ഒരക്ഷരം പോലും മിണ്ടാതെ കാറിൽ കയറി പോകുന്നു. അതായത് നാണം കെട്ടിട്ടാണ് ഇവരെല്ലാവരും പടി ഇറങ്ങുന്നത്. ശ്വേതാമേനന് വലിയ പിടിയില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിയാം. അവർക്ക് ഇതെല്ലാം കൊണ്ടു നടക്കാൻ സാധിക്കില്ല. 60 ലക്ഷത്തിന്റെ ക്രമക്കേട് അത് വലിയൊരു തുകയാണ്. എങ്ങനെയാണ് അൻസിബയും ഇവരും തമ്മിൽ പോര് ഉണ്ടാവുന്നത്? ഇത്തരം ക്രമക്കേട് മുൻപ് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. അതായത് സാമ്പത്തികം എവിടെ നിന്ന് വരുന്നു, അത് എന്തിനെല്ലാം ചെലവാക്കുന്നു, അത്തരം കാര്യങ്ങൾ സംസാരിച്ച് തന്നെയാണ് അൻസിബയുമായിട്ട് ഇവർ കോർത്തത്. അൻസിബയ്ക്ക് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടായിരുന്നു. കൃത്യമായി അൻസിബ പല പ്രാവശ്യവും കാര്യങ്ങൾ പറഞ്ഞു. അത് നേതൃത്വത്തിന് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ഒരു ജനറൽ ബോഡിയിൽ അത് പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവരും അത് കേട്ടേനെ. അൻസിബയ്ക്ക് ഇപ്പോഴാണ് എല്ലാവർക്കും മുന്നിൽ അത് പറയാൻ സാധിച്ചത്. ഇതിനു മുൻപ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. എന്തായാലും അൻസിബ ഇവിടെ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒറ്റയാൾ പോരാട്ടം. അമ്മാ സംഘടന തകർന്നു എങ്കിലും അമ്മയുടെ നല്ലതിനു വേണ്ടി തന്നെയാണ് അവരുടെ പോരാട്ടം എന്നുള്ളത് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. എന്തായാലും സത്യം അൻസിബയ്ക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പക്ഷം. നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അത് തന്നെയാണ്. അൻസിബയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഒരുപക്ഷെ ഭാവിയിൽ അൻസിബ അമ്മയുടെ തലപ്പത്തെത്താനും സാധ്യതയുണ്ട്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.